ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ലഗോൺ ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി വീഡിയോ എന്ന് പറയാമെങ്കില്ല, സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കറക്റ്റ് അളവൊന്നും പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രൈഡേ ലഞ്ച് മേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ എനിക്ക് തോന്നുന്നു 2 ചിക്കൻ ഉണ്ടോ എന്ന് അറിയില്ല, ഉപ്പ വാങ്ങിക്കൊണ്ടാന്നാണ്, കിലോൻ്റെ കണക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ എണ്ണത്തിൻ്റെ ഒന്നും അറിയില്ല, അത് അങ്ങനെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും തക്കാളിയാണ്, അത് നേർങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും എല്ലാ ചിക്കനും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ അളവിലൊക്കെ തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഇതിൻ്റെ വേവാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. വേവെന്ന് പറഞ്ഞാൽ നല്ലോണം വേവിക്കണം. അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന പോലെ വേവിക്കണം എന്ന് ഉമ്മാമ്മ പറഞ്ഞു. അപ്പോൾ അതേ രീതിയിൽ ഞാൻ കുക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായി. അതായത് ഹൈ വിസിലിൽ 2-3 വിസിൽ വേവിക്കുക. ഹൈ വിസിൽ അത് 3 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതായത് ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ അല്ല, നമ്മൾ കേക്കൊക്കെ ചുടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കില്ലേ, മുട്ടപ്പോള പോലത്തെ സാധനങ്ങളെല്ലാം ചുടുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ചുടും. അതല്ല, ലോ ടു മീഡിയത്തിൻ്റെ ആ ഒരു ഇടയിൽ വെച്ചാൽ മതി. അപ്പം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. സോറി. അപ്പം എനിക്കങ്ങനെ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ കുറേ മുന്നേ ഞാൻ ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. ആ സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഉടയാണ്ട് കിട്ടുകയും വേണം, എന്നാൽ വേവുകയും വേണം. അപ്പോൾ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പം പെർഫെക്റ്റാണ്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ആദ്യം അടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഓഫാക്കിയാൽ മതി. നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുകയും ചെയ്യാം ആ സമയത്ത്. പിന്നെ അതിനിടയിൽ ചിലപ്പം കുറേ ഇടവിട്ടിട്ട് 1-2 വിസിൽ അതിൽ നിന്ന് വരും, കാരണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ സാധാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് മുഞ്ചുള്ള കുക്കർ ഇതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വിചാരിച്ച്. സംഭവം കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിക്കൻ പിടിക്കോ ഇല്ലയോ എന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ളി വയറ്റി ഉടച്ച് അത് താഴോട്ടേക്ക് അമർന്ന് പോകുന്നവരെ അതിനെ വയറ്റി ഉടച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര വയറ്റാനൊന്നും നിൽക്കില്ല, കാരണം 20 മിനിറ്റ് കുക്കറിൽ വിസിൽ ഇതാക്കുമ്പോൾ തന്നെ ഉള്ളി വെന്തോളും. അപ്പോൾ ഇത്ര അധികം ഉള്ളി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബീഫൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് പൂട്ടി വെക്കാം. ബാക്കി ആ വിസിലിൽ വെന്തോളും. പക്ഷെ ഞാനിത് നന്നായിട്ട് വഴറ്റിയിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുത്തത്. കാരണം ചിക്കൻ ഈ കുക്കറിൽ സ്പേസ് വേണമല്ലോ, അപ്പോൾ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി. ഇപ്പം പിന്നെ എല്ലാ വീഡിയോസും ആസ്തറ്റിക്കായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഒരു മടി പഴയ കുക്കർ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പം വല്ലാതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഗൈസ്. സംഭവം എന്നോട് വേറെ ആരോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പാത്രം അങ്ങനെ വാങ്ങിക്കൂടി ഇങ്ങനെ വാങ്ങിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടെ എനിക്കിപ്പം പഴയ പാത്രങ്ങൾ വെക്കുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ഇത് മോശമായേക്കോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പം പാത്രം ചൂസ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ കുഞ്ഞി കുക്കറായതുകൊണ്ട് ഇതിൽ നമ്മൾ അമർത്തി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് സേഫ് അല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലെവലിന് മേൽപോട്ടേക്ക് നമ്മൾ കുത്തി നിറച്ചിട്ട് കുക്കറിൽ സാധനങ്ങൾ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയൽ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയോണ്ട് അതങ്ങനെ ചെയ്ത് എന്തോ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിതൊന്നും ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. നല്ല സ്പേസിൽ തന്നെ കുക്കർ കുക്ക് ചെയ്യാം. അതായത് 3/4 ഭാഗം നിറക്കാൻ പാടില്ലെന്നുണ്ട്. ഓക്കെ. അതിൻ്റെ ഇടയിൽ കുറച്ച് സവാള എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മൊഞ്ചിന് മുകളിൽ വിതറാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ പറ്റുമെങ്കിൽ ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഓയിൽ കുറക്കാമല്ലോ, നമ്മൾ കലോറി ഇൻടേക്ക് കുറക്കാം, ഓയിൽ കുറക്കാം, ഫാറ്റ് കുറക്കാം, ഹെൽത്തി ആയിട്ട് നിൽക്കാം. അങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് സവാള അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും റെഡിയാക്കി. ഇനിയിപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ദം ചെയ്യണം. ലാസ്റ്റത്തെ പ്രൊസീജിയർ അത്രേ ഉള്ളൂ. ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ബിരിയാണി റെഡിയാണ്. പിന്നെ എൻ്റെ വീട്ടിലത്തെ കപ്പക്കത്തി പൊട്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കപ്പക്ക കിട്ടീന്, അതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പക്കപ്പൊടിപ്പ് ആക്കിയിട്ടുണ്ടായിന്. ഞാനല്ല കേട്ടോ, ഉമ്മാമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം കപ്പക്കപ്പൊടിപ്പ് റെഡിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. തലേന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നു ഡിന്നറിന്. അപ്പോൾ ഞാൻ കുറച്ച് പീസസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിന് ബിരിയാണിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ചിക്കൻ ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട വ്ളോഗിൽ കിട്ടും കേട്ടോ. ഒരു കസൂരി മേത്തിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്ന് മനസ്സിലാവും. ആ ചിക്കൻ പെരക്കിയത് ബാക്കി എടുത്ത് വെച്ചിട്ട് ഇത് ഫ്രൈഡേയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതൊരു തേഴ്സ്ഡേ ആണ് ഷൂട്ട് ചെയ്തത്, ഇതൊരു ഫ്രൈഡേ ആണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി, 5 ദിവസമായിട്ട്. അതിന് ശേഷം ഇപ്പം ഈ വെള്ളിയാഴ്ച വീണ്ടും തിരിച്ച് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പം അത്രയൊക്കെ തന്നെ. നമ്മളെ ബിരിയാണി ദമ്മൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടോടെ വിളമ്പി കഴിക്കേണ്ട ആവശ്യമുള്ളൂ. സംഭവം ബിരിയാണി ഇതുപോലെ കഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ്. ഫ്രൈ
കപ്പക്കപ്പൊടിപ്പ്, സാലഡ് അങ്ങനെയൊക്കെ വരുമ്പം ബിരിയാണി കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം കുറച്ചധികം തിന്നു പോകും, അതാ പ്രശ്നം. അപ്പോൾ നമ്മൾ എല്ലാ ടൈമൊന്നും ഇങ്ങനെ കപ്പക്കപ്പൊടിപ്പും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര സെറ്റായിട്ടൊന്നും ചെയ്യലില്ല. ഞാൻ അധികം വീഡിയോസിലും കാണും ഇങ്ങനെ പാത്രത്തിലിട്ട് ഇങ്ങനെ കമഴ്ത്തി പൊടിപ്പ്, സാലഡ്, ഫ്രൈ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വെച്ചിട്ട് ബിരിയാണി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര കൊതിയാണ്. അങ്ങനെ ആ ഒരു ക്രേവിങ്സ് ഈ ഫ്രൈഡേ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിന്. ഇത് കഴിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ടുണ്ടായിന്, നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്രൈഡേ നമ്മൾ ബിരിയാണി ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യുമ്പം ഇതൊരു ഫ്രൈഡേ ആണ്. എനിക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് ശരിക്കും എൻ്റെ ബിരിയാണി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൊതിയാവുന്നുണ്ടാന്ന് വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എപ്പോഴും പറയുന്നത് തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി വിത്ത് കപ്പക്കപ്പൊടിപ്പ് ആൻഡ് ഫ്രൈ ഈസ് റെഡി ഹിയർ. അപ്പം എങ്ങനെ, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.